ഭൂമിയിലെ ഏറ്റവും ഭീകരവും നിഗൂഢത നിറഞ്ഞതുമായ ഒരു ലോകമാണ് സമുദ്രം. ക്രൂര സ്വഭാവമുള്ള കൊലയാളികളും ഇരുട്ടിൽ മാത്രം ജീവിക്കുന്ന വിചിത്ര മത്സ്യങ്ങളും ഭയമുണർത്തുന്ന അസാധാരണമായ രൂപങ്ങളുള്ള അനവധി ജീവികൾ. എന്നാൽ ഒന്നോർക്കണം, ഇവയെല്ലാം മനുഷ്യൻ കണ്ടെത്തിയത് സമുദ്രത്തിന്റെ വെറും 5% മാത്രം കണ്ടെത്തിയപ്പോഴാണ്. ബാക്കി മനുഷ്യർക്ക് ഇന്നും അജ്ഞാതമാണ്. വെളിച്ചം പോലും എത്താത്ത മേഖലകളിൽ ഇന്നും നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ജീവികൾ ജീവിച്ചിരിക്കാമെന്നത് ശാസ്ത്രജ്ഞർ പോലും സമ്മതിക്കുന്ന സത്യമാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7 പുരാണ ജീവികളെയാണ്. മനുഷ്യർ പോലും ഇവ ജീവിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന 7 ഭീകര ജീവികൾ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സമുദ്രത്തിലെ ഏറ്റവും ഭയാനകവും ലോകം മുഴുവൻ അറിയപ്പെടുന്നതുമായ ഒരു ഇതിഹാസ ജീവിയാണ് ക്രാക്കൻ. നോർവീജിയൻ നാടോടി കഥകളിലും നോർസ് മിത്തിയോളജിയിലുമാണ് ക്രാക്കന്റെ കഥകൾ ഏറ്റവും ശക്തമായി ഉടലെടുത്തത്. ഒരു ഭീമൻ നീരാളിയുടെയോ അല്ലെങ്കിൽ കണവയുടെയോ രൂപത്തിലുള്ള രാക്ഷസ ജീവിയായാണ് ക്രാക്കനെ വിവരിക്കുന്നത്. നോർവേ, ഗ്രീൻലാൻഡ് തീരങ്ങളിലാണ് ഇത് വസിച്ചിരുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. കഥകൾ പ്രകാരം ക്രാക്കൻ അതിന്റെ കൂറ്റൻ കൈകൾ ഉപയോഗിച്ച് വലിയ കപ്പലുകളെ വലിഞ്ഞു മുറുക്കി കടലിന്റെ അടിയിലേക്ക് കൊണ്ടുപോകുന്നു. ക്രാക്കൻ വെറും ഒരു കെട്ടുകഥയാണെന്ന് പറയുമ്പോഴും അതിന് പിന്നിൽ ഒരു സത്യമുണ്ട്. ശാസ്ത്രജ്ഞർ കരുതുന്നത് ജെയിന്റ് സ്ക്വിഡ് അല്ലെങ്കിൽ കൊളോസൽ സ്ക്വിഡ് എന്ന യഥാർത്ഥ ജീവിയെ കണ്ടാണ് നാവികർ ക്രാക്കൻ എന്ന് വിളിച്ചതെന്നാണ്. ഈ ജീവികൾക്ക് 40 മുതൽ 50 അടി വരെ നീളമുണ്ടാകും. അപ്പോൾ ചോദ്യം ഇതാണ്: ക്രാക്കൻ മനുഷ്യന്റെ ഭയത്തിൽ നിന്നുണ്ടായ ഒരു കഥയാണോ, അല്ലെങ്കിൽ മനുഷ്യൻ ഇന്നും എത്തിപ്പെടാത്ത ആഴങ്ങളിൽ ജീവിച്ചിരിക്കുന്ന ഒരു ഭീകര സത്യമോ? ഇത് ഒരു പുരാണ കഥയുമല്ല, ഒരു സിനിമാ സൃഷ്ടിയുമല്ല. ഒരിക്കൽ ഭൂമിയുടെ സമുദ്രങ്ങളിൽ ആധിപത്യം നടത്തിയ ഒരു യഥാർത്ഥ രാക്ഷസ സ്രാവിനെ പറ്റിയാണ് മെഗലഡോൺ. ഏകദേശം 20 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് സമുദ്രം ഭരിച്ചിരുന്ന ഭീമൻ സ്രാവാണ് മെഗലഡോൺ. 50 മുതൽ 60 അടി വരെ നീളം, ഏകദേശം ഒരു വലിയ സ്കൂൾ ബസിനേക്കാൾ വലുത്. ഇന്നത്തെ ഗ്രേറ്റ് വൈറ്റ് ഷാർക്കിന്റെ 3 ഇരട്ടി വലിപ്പമുണ്ട്. ചെറിയ മീനുകളെയല്ല, മറിച്ച് തിമിംഗലങ്ങളെയാണ് ഇവ പ്രധാനമായും ഭക്ഷിച്ചിരുന്നത്. മെഗലഡോൺ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വലിയ പല്ല് എന്നാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ ബൈറ്റ് ഫോഴ്സ് ഉള്ള ജീവിയായിരുന്നു ഇത്. ഒരു കാറ് കടിച്ചു തകർക്കാനുള്ള ശേഷി ഇവയുടെ താടിയേലിനുണ്ടായിരുന്നു. 3.6 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഇവ വംശനാശം സംഭവിച്ചു പോയി എന്ന് ശാസ്ത്രം പറയുന്നു. എന്നാൽ ഒന്നോർക്കണം, 65 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് വംശനാശം സംഭവിച്ചു എന്ന് ശാസ്ത്രം തന്നെ ഉറപ്പിച്ചിരുന്ന സീലാകാന്ത് എന്ന മത്സ്യം പിന്നീട് ജീവനോടെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ റഡാറുകൾക്ക് പിടികൊടുക്കാതെ മരിയാന ട്രഞ്ചിന്റെ അഗാധമായ ഇരുട്ടിൽ മെഗലഡോൺ ഇന്നും നീന്തി തുടിക്കുന്നുണ്ടാകുമോ? സമുദ്ര ഗവേഷണ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകവും നിഗൂഢവുമായ ഒരു പ്രതിഭാസം ഒരു ജീവിയാണോ അതോ മറ്റെന്തെങ്കിലുമാണോ എന്ന് ശാസ്ത്രലോകത്തെ വർഷങ്ങളോളം കുഴപ്പിച്ച ഒരു ശബ്ദം: ദ ബ്ലൂ. 1997 നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ എന്ന കടൽ ഗവേഷണ സംഘടന സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്ന് അതിശക്തമായ ഒരു ശബ്ദം റെക്കോർഡ് ചെയ്തു. ശബ്ദത്തിന്റെ ശക്തി ഏകദേശം 5000 കിലോമീറ്റർ അകലെയുള്ള സെൻസറുകളിൽ വരെ ഈ ശബ്ദം രേഖപ്പെടുത്തി. അത്രയും ഉച്ചത്തിലായിരുന്നു അത്. ഇതൊരു ബോംബ് സ്ഫോടനമോ യന്ത്രത്തിന്റെ ശബ്ദമോ ആയിരുന്നില്ല, മറിച്ച് ഒരു ജീവി പുറപ്പെടുവിക്കുന്ന ശബ്ദം പോലെയായിരുന്നു അത് അനുഭവപ്പെട്ടത്. ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിയായ നീല തിമിംഗലത്തിന് ഉണ്ടാക്കാൻ കഴിയുന്നതിനേക്കാൾ പല മടങ്ങ് ഉച്ചത്തിലായിരുന്നു ഈ ശബ്ദം. എന്നാൽ പിന്നീട് അന്റാർട്ടിക്കയിലെ ഭീമൻ മഞ്ഞുമലകൾ പൊട്ടിപ്പിളർന്ന് സമുദ്രത്തിലേക്ക് വീഴുന്ന ശബ്ദമായിരുന്നു എന്ന നിഗമനത്തിലെത്തി. പക്ഷേ പലരും ഇന്നും വിശ്വസിക്കുന്നത് അത് ആഴക്കടലിലെ ഏതോ അജ്ഞാതമായ ഭീമൻ ജീവിയുടെ ശബ്ദം തന്നെയാണ് എന്നാണ്. കടൽ ശാന്തമായി കിടക്കുന്ന ചില രാത്രികളിൽ തിരമാലകൾക്കിടയിൽ മനുഷ്യന്റെ മുഖം ഒരു നിമിഷം തെളിയുന്നതായി നാവികർ പറയുന്നു. എന്നാൽ അത് മനുഷ്യയോ മത്സ്യമോ അല്ല, മെർമെയ്ഡ് അഥവാ മത്സ്യകന്യക. ഗ്രീക്ക് പുരാണങ്ങളിലും മറ്റ് നാടോടി കഥകളിൽ പ്രകാരം ഉടലെടുത്തവരാണ് ഇവർ. സുന്ദരികളാണെങ്കിലും ഇവ അപകടകാരികളാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതിമനോഹരമായി പാട്ടുപാടി നാവികരെ ആകർഷിക്കും. പാട്ട് കേട്ട് മയങ്ങി കപ്പലുകൾ പാറക്കൂട്ടങ്ങളിൽ ഇടിച്ച് തകരുകയും വെള്ളത്തിൽ വീഴുന്ന നാവികരെ ഇവർ കൊന്നു തിന്നുകയും ചെയ്യുമെന്നാണ് കഥകൾ. എന്നാൽ ക്രിസ്റ്റഫർ കൊളംബസ് ഉൾപ്പെടെയുള്ള പല സഞ്ചാരികളിലും കടലിൽ മത്സ്യകന്യകയെ കണ്ടതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ക്രിസ്റ്റഫർ കൊളംബസ് പറഞ്ഞത് മത്സ്യകന്യകർക്ക് വിചാരിച്ചത്ര ഭംഗിയില്ല എന്നായിരുന്നു. എന്നാൽ അദ്ദേഹം കണ്ടത് കടൽ പശുക്കളെയാണ് എന്ന് പറഞ്ഞ് അത് തള്ളിക്കളഞ്ഞിരുന്നു. എന്നാൽ മത്സ്യകന്യക വെറുമൊരു കെട്ടുകഥ മാത്രമാണോ?
അക്വാട്ടിക് ഏപ്പ് തിയറി പ്രകാരം മനുഷ്യന്റെ പൂർവികർ ഒരു കാലഘട്ടത്തിൽ വെള്ളത്തിൽ ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്ന തിയറിയാണിത്. അങ്ങനെയാണെങ്കിൽ വംശനാശം സംഭവിക്കാതെ കടലിന്റെ ആഴങ്ങളിൽ ഇന്നും മനുഷ്യനോട് സാമ്യമുള്ള ഒരു കൂട്ടം ജീവികൾ പരിണമിച്ചിട്ടുണ്ടാകാമെന്ന് ചിലർ വിശ്വസിക്കുന്നു. എന്നാൽ അത്ഭുതപ്പെടുത്തുന്നവ എന്തെന്നാൽ ഈ തിയറി പ്രകാരം അവർ സുന്ദരികളായിരിക്കില്ല. ആഴക്കടലിലെ മർദ്ദവും ഇരുട്ടും കാരണം അവർക്ക് വിളറിയ ശരീരവും വലിയ കറുത്ത കണ്ണുകളും കൂർത്ത പല്ലുകളും കൈവിരലുകൾക്കിടയിൽ ചർമ്മം എന്നിവ ഉണ്ടായിരിക്കും. എന്നാൽ ഒന്ന് ആലോചിച്ചു നോക്കൂ, ക്രിസ്റ്റഫർ കൊളംബസ് കണ്ടത് യഥാർത്ഥത്തിലുള്ള മത്സ്യകന്യകയാണെങ്കിലോ? പാമ്പുകളെ ഭയമില്ലാത്തവർ ചുരുക്കമാണ്. അനാക്കൊണ്ട എന്ന സിനിമ കണ്ട് നമ്മൾ പേടിച്ചിട്ടുണ്ട്. എന്നാൽ സത്യം സിനിമയേക്കാൾ ഭീകരമാണ്. അനാക്കൊണ്ടകൾ വെറും വിരകളെ പോലെ തോന്നിപ്പിക്കുന്ന മുതലകളെ പോലും ഉച്ചഭക്ഷണമാക്കിയ ഒരു രാക്ഷസൻ പണ്ട് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു. ഡിനോസറുകൾ ഒരിഞ്ഞുപോയ സിംഹാസനം പിടിച്ചടക്കിയ ഭീകരൻ ടൈറ്റനോബോവ. 42 മുതൽ 50 അടി വരെ നീളം, ഏകദേശം ഒരു വലിയ സ്കൂൾ ബസിനേക്കാൾ നീളവും 1100 കിലോ ഭാരവുമുണ്ട് ഇവയ്ക്ക് വിഷമില്ല. പകരം ഇരയെ വരിഞ്ഞു മുറുക്കി എല്ലുകൾ തകർത്ത് കൊല്ലുകയാണ് ചെയ്യുന്നത്. ഇവയുടെ പ്രധാന ഭക്ഷണം ചെറിയ ജീവികളല്ല, മറിച്ച് മുതലകളായിരുന്നു. 20 അടി നീളമുള്ള മുതലകളെ പോലും ഇവ വരിഞ്ഞു മുറുക്കി വിഴുങ്ങുമായിരുന്നു. വെള്ളത്തിലും കരയിലും ഇവൻ ഒരുപോലെ അപകടകാരിയായിരുന്നു. കൊളംബിയയിലെ കൽക്കരി ഖനികളിൽ നിന്നാണ് ഇതിന്റെ ഫോസിലുകൾ ലഭിച്ചത്. ശാസ്ത്രലോകം പറയുന്നു കാലാവസ്ഥ പ്പോൾ ടൈറ്റനോബോവയ്ക്ക് വംശനാശം സംഭവിച്ചു എന്ന്. അത് സത്യമായിരിക്കാം. എന്നാൽ ഒന്ന് ആലോചിച്ചു നോക്കൂ, ആമസോൺ മരക്കാടുകളുടെ പകുതി സ്ഥലങ്ങളിലും ഇന്നും മനുഷ്യന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ ഇടതൂർന്ന കാടുകളിൽ മനുഷ്യവാസമില്ലാത്ത ചതുപ്പുകളിൽ ടൈറ്റനോബോവ ഇന്നും ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ശാസ്ത്രം മരിച്ചു എന്ന് വിധിയെഴുതിയ ടൈറ്റനോബോവ ഇന്നും അവിടെ ജീവിക്കുന്നുണ്ടോ? എന്താണ് ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം? ജാപ്പനീസ് നഗരകഥകളിലെ ഏറ്റവും വിചിത്രവും ഭയാനകവുമായ ഒരു ജീവിയാണ് നിഞ്ചൻ. നിഞ്ചൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മനുഷ്യൻ എന്നാണ്. കഥകളിൽ അന്റാർട്ടിക്കയിലെ മരവിപ്പിക്കുന്ന തണുപ്പുള്ള വെള്ളത്തിൽ ജീവിക്കുന്ന വെള്ള നിറമുള്ള തിമിംഗലത്തോളം വലിപ്പമുള്ള ഒരു ജീവിയാണിത്. ഇതിന് മനുഷ്യന്റേതുപോലെയുള്ള ഉടലും കൈകളും വിരലുകളുമാണത്രേ. വട്ടത്തിലുള്ള വലിയ കണ്ണുകളും കീറിയ വായും വികാരങ്ങളില്ലാത്ത ഒരു മുഖവുമാണ് ഇതിനെന്ന് പറയപ്പെടുന്നു. ഇവ ജീവിച്ചിരിക്കുന്നു എന്നതിന് ശാസ്ത്രീയപരമായ തെളിവുകളില്ലെങ്കിലും എന്നാൽ ഇവയെ കണ്ടു എന്ന് അവകാശപ്പെടുന്ന ചില പ്രശസ്തമായ സംഭവങ്ങളുണ്ട്. അന്റാർട്ടിക്കയിലെ ഗവേഷണം നടത്തിയിരുന്ന ഒരു ജാപ്പനീസ് കപ്പലിലെ ജീവനക്കാർ ദൂരെ വെള്ളത്തിന് മുകളിൽ വെളുത്ത നിറത്തിൽ എന്തോ പൊങ്ങിക്കിടക്കുന്നത് കാണുകയും ആദ്യ ചിന്തയിൽ അത് മുങ്ങിപ്പോയ ഏതോ വിദേശ സബ്മറൈനാണെന്നും അവർ ആദ്യം കരുതിയത്. അവർ അതിന്റെ അടുത്തേക്ക് പോയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അത് ജീവനുള്ള ഒന്നാണ് എന്ന്. അതിന് കണ്ണുകളും വായും ഉണ്ടായിരുന്നു. കപ്പൽ അടുത്തേക്ക് വന്നതും അത് പെട്ടെന്ന് വെള്ളത്തിനടിയിലേക്ക് അപ്രത്യക്ഷമായി എന്ന് പ്രസ്താവനകൾ വന്നതോടുകൂടി നിഞ്ചൻ കടലിനടിയിൽ ജീവിക്കുന്നു എന്ന് ആളുകൾ വിശ്വസിക്കുന്നു. ബൈബിളിൽ പഴയ നിയമത്തിൽ ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഒരു ചോദ്യമുണ്ട്. നിനക്ക് ലെവിയാത്തിനെ ചൂണ്ടയിട്ട് പിടിക്കാനാകുമോ? അതിന്റെ മൂക്കിൽ കയറിടാൻ നിനക്ക് കഴിയുമോ? ഉത്തരം ഇല്ല എന്നാണ്. കാരണം മനുഷ്യന്റെ ആയുധങ്ങൾ അവിടെ നിഷ്പ്രഭമാണ്. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ലോകം അവസാനിക്കുന്ന ദിവസം വരെ ഉറങ്ങിക്കിടക്കുന്ന വായിൽ നിന്ന് തീ തുപ്പുന്ന ആ ഭീകര ജീവി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മിത്തുകളിലെ രാജാവിനെയാണ്, ലെവിയാത്തൻ. ബൈബിളിൽ പറയുന്നതനുസരിച്ച് ലെവിയാത്തൻ എന്ന അതിഭീകരമായ ജീവി ജീവിച്ചിരിപ്പുണ്ട് എന്നും ഇവ കടലിനടിത്തട്ടിൽ ഉള്ളതെന്നും പറയുന്നു. ചിലർ വിശ്വസിക്കുന്നത് ലെവിയാത്തൻ എന്നത് വലിയ സർപ്പം എന്നാണ്. മറ്റു ചിലർ വിശ്വസിക്കുന്നത് കടലിൽ ജീവിക്കുന്ന യഥാർത്ഥ ജീവിയെ പോലെ ഇതും ഒരു കടൽ മൃഗമാണ് എന്നാണ്. എന്നാൽ മറ്റു ചിലർ കരുതുന്നത് ദൈവത്തിന് മാത്രം കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന അരാജകത്തിന്റെ പ്രതീകമെന്നാണ്. ജൂയിഷ് മിത്തിയോളജിയിലും ഇവയെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. ജൂയിഷ് മിത്തിയോളജി അനുസരിച്ച് ദൈവം ലോകത്തെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ആൺപെൺ ലെവിയാത്തനുകളെ സൃഷ്ടിച്ചു എന്നും എന്നാൽ ലോകത്തെ അവർ കീഴടക്കുമെന്ന് കണ്ട് പെൺ ലെവിയാത്തനുകളെ ഇല്ലാതാക്കിയെന്നും അവർ വിശ്വസിക്കുന്നു. എന്നാൽ ലെവിയാത്തനുകൾ എവിടെയായിരിക്കാം ഉള്ളത്? ചിലർ വിശ്വസിക്കുന്നത് ലെവിയാത്തൻ ബെർമുഡ ട്രയാങ്കിളിലായിരിക്കാം, അല്ലെങ്കിൽ അർജന്റീന ചിലെ തമ്മിലുള്ള സമുദ്ര പ്രദേശത്തുമാവാം. ഇവിടെ നിന്ന് ഇന്നും അജ്ഞാതമായി തുടരുന്ന വലിയ ജീവിയുടെ ശബ്ദം കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ കണ്ടത് 7 പുരാണ ജീവികളെയാണ്. ചിലത് കഥകളിൽ മാത്രം ജീവിക്കുന്നവ, ചിലത് യാഥാർത്ഥ്യത്തിന്റെയും ഭയത്തിന്റെയും അതിരുകളിൽ നിൽക്കുന്നവ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇന്നും ഈ ലോകത്ത് നമ്മൾ അറിയാത്ത മനുഷ്യൻ ഇതുവരെ കണ്ടെത്താത്ത രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇനി അടുത്ത വീഡിയോയിൽ ഇതിലും ഭീകരമായ മറ്റൊരു മിസ്റ്ററിയുമായി വരാം.